ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കേൾക്കുന്ന ഒരു ആപ്പാണ് ഡേറ്റിംഗ് ആപ്പുകൾ. യുവതീവാക്കന്മാർക്ക് ചിലപ്പോൾ കെട്ടുപരിചയം ഉപയോഗിച്ചുള്ള പരിചയം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞിരിക്കുകയാണേ, എടാ ഞാൻ പെട്ടിരിക്കുകയാണ്, ഞാൻ ലോക്കാണ്, ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഈ ഡേറ്റിംഗ് ആപ്പുകൾ എന്നെ പാപത്തിലേക്ക് നയിക്കുന്നു. യാതൊരുവിധ പരിചയമില്ലാത്ത വ്യക്തികളുടെ പരിചയം പുതുക്കിക്കൊണ്ട് ഞാൻ പാപത്തിലേക്ക് വീഴുന്ന രീതിയിൽ സംഭാഷണവും പ്രവർത്തികളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിളിൽ ഒരു വചനമാണ് എനിക്ക് ഓർമ്മ വന്ന സമയത്ത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുക, നിനക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകും, മകനെ നിനക്ക് ചേർന്ന ഇണയെ, മകളെ നിനക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ആ വചനം അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇല്ലടാ എനിക്ക് വിഷമം വരുമ്പോൾ ആരോടെങ്കിലും സംസാരിച്ചിരിക്കണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് പരസ്യത്തിലൊരു വാചകം കൂടിയാണ് അവരുടെ. അതായത് വിഷമം വരുമ്പോൾ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യും, ഞങ്ങളുടെ ആപ്പ് ഉപയോഗിക്കൂ എന്നാണ് അവരുടെ പരസ്യവാചകം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ആ കെണിയിൽ വീണു പോകും. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാതെ, ദൈവത്തിൽ വിശ്വസിക്കാതെ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആരെല്ലാം ആയിരിക്കുന്നുവോ പിശാച് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പാപത്തിൻ്റെ മേഖലയിലേക്ക്, ഇത്തരത്തിലുള്ള ആപ്പുകളിലേക്ക് നിങ്ങളെ ചാടിക്കും, വീഴ്ത്തും, നിങ്ങൾ വീഴുകയും ചെയ്യും. ദയവീത് പിടികൊടുക്കരുത്. കർത്താവിൻ്റെ വചനം കർത്താവ് ഇങ്ങനെ പറയുവാണേ, 2 കൊറിന്തോസ് 6:16 നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. നല്ല രീതിയിൽ അറിഞ്ഞു വരുന്നവനാണ്, ഒരുപാട് കൃപയുള്ള വ്യക്തിയാണ്. പക്ഷേ അവൻ്റെ ജീവിതത്തിലേക്ക് പാപമായിട്ട് കടന്നു വന്നത് ഈ ഒരു മേഖലയാണ്. ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട്, എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് തുടങ്ങി വെക്കുന്ന പല പ്രവൃത്തികളും വിട്ടുമാറാൻ പറ്റാത്ത വിധത്തിൽ പാപത്തിൻ്റെ കുഴിയിലായിരിക്കാം ഓരോരുത്തരും വീഴ്ത്തുന്നത്. ജാഗ്രത വേണം, പ്രത്യേകിച്ച് യുവാക്കന്മാർ ജാഗ്രത വേണം. കർത്താവ് വചനത്തിലൂടെ അരുളി ചെയ്യുക, കർത്താവ് പറയാം, വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. സ്വർഗരാജ്യത്തിൽ പോലും ഇത്തരത്തിൽ പാപം ചെയ്യുന്നവർക്ക് അവകാശമില്ലെന്ന് കർത്താവ് പറയുക. നമ്മൾ സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പലതും പറയുമെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുക, ഇത്തരത്തിലാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ, ഇത്തരം ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, ഈ ഒരു അവസ്ഥയിൽ അനുതപിക്കാതെയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുക. ജാഗ്രത വേണം, വിശുദ്ധിയോടുകൂടി ആയിരിക്കണം. കർത്താവിൻ്റെ മക്കളാണ്, എന്ത് വിഷമമുണ്ടെങ്കിലും ഓടിച്ചെല്ലേണ്ടത് കർത്താവിൻ്റെ അടുത്തേക്കാണ്. ഇത്തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളെ എല്ലാം ആശ്രയിക്കേണ്ടത്. നിന്റെ ദൈവമായ കർത്താവിനെ നിന്നെ അറിയാലോ, കർത്താവിൻ്റെ അടുത്തേക്ക് വാ.